എല്ലാവർക്കും നമസ്കാരം. IT കേരള ചാനലിലോട്ട് സ്വാഗതം. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ 23-ാം തീയതി, അതായത് നവംബർ 23-ാം തീയതി ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഡ്രോയിങ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് പലർക്കും എളുപ്പമായിരുന്നു, ചിലർക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്കും എളുപ്പമുള്ളവർക്കും എല്ലാവർക്കും ഇതിൻ്റെ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നതെന്നുള്ള മെത്തേഡ് എനിക്കറിയാവുന്ന പോലെ ഞാനിത് ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ സ്ട്രൈറ്റ് ആയി നമ്മൾ ഈ സോൾവിങ്ങിലോട്ട് കിടക്കുവാണ്. വേറെ ബ്രീഫിംഗ് ഒന്നുമില്ല. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിനകത്ത് 3 മണിക്കൂർ സമയമുണ്ട്. 50 മാർക്കാണ്. 4 ചോദ്യങ്ങളുണ്ട്. ഫസ്റ്റ് ചോദ്യം ഇതാണ്: ഡ്രോ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ഓഫ് 1 സ്ക്രൈബർ, 2 സെൻറ്റർ പ്ലഞ്ച് 60 ഡിഗ്രി. ഓക്കെ, എ അതായത് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഫസ്റ്റ് മാർക്ക് ചെയ്തു. അതിനകത്ത് എ മാർക്ക് ചെയ്തു. നമുക്ക് സ്ക്രൈബറാണ് വരയ്ക്കുന്നത്. സ്ക്രൈബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ മെറ്റൽ പീസിനെയൊക്കെ നമ്മൾ മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സ്ക്രൈബർ. ഓക്കെ, അതിനകത്ത് എന്തെങ്കിലും അടയാളപ്പെടുത്താനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിനാണ് സ്ക്രൈബർ എന്ന് പറയുന്നത്. അത് നമ്മൾ പലർക്കും അറിയായിരിക്കും. മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പക്ഷെ പേര് ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അത് മൊന ഇങ്ങനെ കൂർത്തിരിക്കുന്ന ഒരു സാധനമാണ്. ഇത് പിടിക്കുമ്പോൾ നമുക്ക് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ കുറച്ച് ഹാച്ചസ് ഇട്ടിരുന്നത്. ഹാച്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രിപ്പ് ഇട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് സമയത്തിൻ്റെ കുറവ് കാരണമാണ് ഇപ്പം ജസ്റ്റ് റഫായിട്ട് ഇങ്ങനെ ഹാച്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ എല്ലാവരും ഹാച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തന്നെ ഹാച്ച് ചെയ്യുക. ഓക്കെ, ഇത് കൂർപ്പിച്ച് തന്നെ കൊടുക്കുക കേട്ടോ. ഇതാണ് സ്ക്രൈബർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് സെൻറ്റർ പഞ്ച്. സെൻറ്റർ പഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് 60 ഡിഗ്രി. സെൻറ്റർ പഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു വർക്ക് പീസിൻ്റെ ചിലപ്പോൾ ഒരു ഡ്രില്ല് ചെയ്യാനോ എന്തെങ്കിലും സ്റ്റാർട്ടിങ് പോയിന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ പഞ്ച് ചെയ്യും. അപ്പോൾ ആ പഞ്ചിന് നമ്മൾ സെൻറ്റർ പഞ്ചാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ അടിച്ച് ചുറ്റിയ കൊണ്ട് ആ പഞ്ച് വെച്ച് അടിക്കുമ്പോൾ അവിടെ ഒരു പാട് വീഴും. ആ പാട് വീഴ്ത്താനാണ് സെൻറ്റർ പഞ്ച് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഇതുപോലെ തന്നെ ഒരു സാധനമാണ്. കാണാൻ ഏറെക്കുറെ 2 മാർക്കിംഗ് ഡിവൈസസ് തന്നെയാണ്. കാണാൻ ഏറെക്കുറെ ഒരേപോലെ ഇരിക്കും. ഈ 60 ഡിഗ്രി എന്ന് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഇത് വരുന്ന ഇത് തന്നെ ഇങ്ങനെ ഇടുക. അതിൻ്റെ ആംഗിൾ ഇതുപോലെ തന്നെ ഇടുക. അതിനൂടെ 60 എന്ന് എഴുതുക. ഇത് കറക്റ്റായിട്ട് അളന്നൊന്നും വരയ്ക്കണമെന്നില്ല. ഇതുപോലെ പിടിച്ച് ഗ്രിപ്പുള്ള സാധനമാണ്. മാർക്കിംഗ് ആയതുകൊണ്ട് നമുക്കിവിടെ തെന്നിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി ഗ്രിപ്പ് ഇട്ടിരുന്നത് നമ്മളതിന് ഹാച്ച് ചെയ്തിട്ടേക്കുക. അപ്പോൾ അത് ഗ്രിപ്പുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ എ പാർട്ടും ബി പാർട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത് പറഞ്ഞത് ഡ്രോ ആൻഡ് എലിപ്സ്. ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കാണിക്കാം. ഡ്രോ ആൻഡ് എലിപ്സ് ബൈ 4 സെൻറ്റർ മെത്തേഡ്. മേജർ ആക്സിസ് 80 മൈനർ ആക്സിസ് 40 എന്ന് പറഞ്ഞിട്ടുണ്ട്. മാർക്ക് 10 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എലിപ്സ് വരയ്ക്കാനാണ് 4 സെൻറ്റർ മെത്തേഡ് ഉപയോഗിച്ച്. മേജർ ആക്സിസ് 80 മൈനർ ആക്സിസ് 40 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 4 സെൻറ്റർ മെത്തേഡ് ഉപയോഗിച്ച് ഞാനിപ്പോൾ ഒരു എലിപ്സ് കൂടെ കൺസ്ട്രക്ട് ചെയ്യുക. എല്ലാവരും നോക്കും. ഇത് 80 ഞാനവിടെ വരച്ചു. അടുക്കത്തെ പോയിന്റ് 40 ഒരു കുത്തിട്ടു. ഓക്കെ, ഇതിനെ എ എന്നും ഇതിനെ ബി എന്നും ആക്കിയത്. ഈ സെൻറ്ററിനെ ഒ വഴി നമുക്ക് മുകളിലോട്ട് 20 താഴത്തോട്ട് 20 മൈനർ ആക്സിസ് 40 mm വരച്ചു. ഇതിനെ എയും ബിയും ഇതിനെ സിയും ഡിയും മാർക്ക് ചെയ്തു. ഈ സിയും ഡിയും കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചേക്കാം. ഇത് ലൈറ്റായിട്ട് വരച്ചാൽ മതി. ഉണ്ടോ, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചേക്കാം. ഈ സിയും ഡിയും എക്സ്റ്റെൻഡ് ചെയ്യാം. അതിനുശേഷം എ മുതൽ ഡി, ആ ഡിയും എയും കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വര കിട്ടി. എന്നിട്ട് ഈ സെൻറ്റർ പോയിന്റ് ഓയിൽ കുത്തി എ അളവെടുത്തിട്ട് നമ്മൾ ഈ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചതിലോട്ട് മുട്ടിക്കുക. ഇങ്ങനെ ഒരു ആർക്ക് മുട്ടിക്കുക. നമുക്കിവിടെ ഒരു പോയിന്റ് കിട്ടും. ഇതിന് നമ്മൾ ഇ എന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം ഡിയിൽ കുത്തുക. ഇവിടെ ഡിയിൽ കുത്തിയിട്ട് ഇയുടെ അളവെടുക്കുക. അതായത് ഡി മുതൽ ഇ വരെയുള്ള അളവെടുത്തിട്ട് ഒരു ആർക്ക് ഇങ്ങനെ വരച്ചു. നമുക്കപ്പോൾ
ഇവിടെ ഒരു പോയിന്റ് കിട്ടി, എ ഡിയിലൊരു പോയിന്റ് കിട്ടി, അതിനെ നമ്മൾ എഫ് എന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം എയും എഫും നമ്മൾ ബൈസെക്ട് ചെയ്യും. അതിന് നമ്മൾ എഫിൽ കുത്തി ഇച്ചിരി മാറ്റി ഒരു ആർക്ക് എടുത്തു, ഇവിടെ ഒരു ആർക്ക് എടുത്തു. അതിനുശേഷം എയിൽ കുത്തി വീണ്ടും ഒരു ആർക്ക് എടുത്തു, ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്തു. ഇത് എത്തിയില്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി കുത്തി ആ ആർക്കിലോട്ട് കട്ട് ചെയ്തു. ഓക്കെ, നമുക്കിവിടെ ഒരു പോയിന്റ് കിട്ടി. ഈ പോയിന്റ് വഴി കടന്നു പോകുന്ന ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ ഒരു മീറ്റിംഗ് പോയിന്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ മേജർ ആക്സിസിൽ ഒരു മീറ്റിംഗ് പോയിന്റ് കിട്ടി, അത് 1 എന്നും. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത്, അതായത് മൈനർ ആക്സിസ് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ കിട്ടിയ പോയിന്റിലോട്ട് മീറ്റ് ചെയ്തപ്പോൾ അതിന് 2 എന്നും മാർക്ക് ചെയ്തു. നമ്മളിതിന് നേരെ സിമെട്രിക്കലായിട്ട് ഓയിൽ കുത്തി നമ്മൾ 1 അളന്നെടുത്തിട്ട്, അതായത് 1 എന്നുള്ള പോയിന്റ് അളന്നെടുത്ത് സിമെട്രിക്കലായിട്ട് നമ്മൾ ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അതിന് 3 എന്നും കൊടുക്കും. ഓക്കെ, ഈ സെൻറ്ററിൽ നിന്ന് 2 മാർക്ക് ചെയ്തിട്ട് നമ്മളിവിടെ അതേ പോയിന്റ് കട്ട് ചെയ്യും. അതിന് നമ്മൾ 4 എന്നും കൊടുക്കും, ഇവിടെ 3 എന്ന് കൊടുക്കും. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ സിമെട്രിക്കലായിട്ട് ഇതിലേയും ഒരു ലൈൻ വരച്ചു. ഈ 4ൽ നിന്ന് ഇതുവഴി ഒരു ലൈൻ വരച്ചു, 4ൽ നിന്ന് 1 വഴി ഒരു ലൈൻ വരച്ചു. അത് നമുക്ക് 4 സെൻറ്റർ കിട്ടി, 1 2 3 4. ഇതാണ് ഈ 4 സെൻറ്റേഴ്സിലെ 4 സെൻറ്ററുകൾ. അതിനുശേഷം 1ൽ കുത്ത കോമ്പസ് എ വഴി കടന്നു പോകുന്ന ഒരു ആർക്ക് ഞാൻ ഇവിടെ കട്ട് ചെയ്തു. സിമെട്രിക്കലായതുകൊണ്ട് ഈ കോമ്പസ് മാറ്റണമെന്നില്ല. 3ൽ കുത്തി ബി വഴി കടന്നു പോകുന്ന ഒരു ആർക്ക് ഞാൻ ഇവിടെയും കട്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം 2ൽ കുത്തുക. ഈ എലിപ്സിന്റെ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടി ഈ എൻഡ് പോയിന്റ്, അതായത് എവിടെ വരച്ചു നിർത്തിയെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് എലിപ്സിന്റെ ബാക്കി കിട്ടി. 4ൽ കുത്തുക, കറക്റ്റായിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. ഇതാണ് നമ്മൾ 4 സെൻറ്റർ മെത്തേഡ് ഉപയോഗിച്ച് കിട്ടിയ എലിപ്സ്. ഓക്കെ, ഇതിൻ്റെ മേജർ ആക്സിസ് 80 മൈനർ 40. ഓക്കെ, അതാണ് ഇത് 40 ഇത് 80. ഇതാണ് 4 സെൻറ്റർ മെത്തേഡ് ഉപയോഗിച്ചുള്ള എലിപ്സ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഡ്രോ ദി ഗിവൺ കവർ പ്ലേറ്റ് ആൻഡ് പ്ലേസ് ദി ഡയമെൻഷൻ ഇൻ ദി അലൈൻ സിസ്റ്റം. അതായത് ഈ കവർ പ്ലേറ്റ് ഇതുപോലെ തന്നെ വരയ്ക്കുക, ഇതിൻ്റെ തന്നിരിക്കുന്ന ഡയമെൻഷൻസ് അലൈൻഡ് സിസ്റ്റത്തിലാക്കുക. അത്രേ ഉള്ളൂ. അത് നമ്മൾ വരയ്ക്കാൻ നമ്മൾ എന്ത് നീളം ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത് 25 + 15 + 20, അതായത് 25ഉം 15ഉം 40ഉം 20ഉം 60. അത് തന്നെയാണ് ഇങ്ങോട്ടും 25ഉം 15ഉം 20. അപ്പോൾ 60 60. നമുക്ക് 60 60ന്റെ വര ഇവിടെ കറക്റ്റായിട്ട് വരയ്ക്കാം. താഴത്തോട്ട് 60 വരച്ചു, പെർപെൻഡിക്കുലറായിട്ട് സൈഡിലോട്ടും 60 വരച്ചില്ലേ. അതിനുശേഷം 20 25. ഓക്കെ, ആ 20 ആദ്യം വരച്ചു, താഴത്തോട്ട് 25 വരച്ചു. ഓക്കെ, അതിനുശേഷം 15 15 25. അതിനുശേഷം 15 ഇങ്ങോട്ട് 15 വരച്ചു, താഴത്തോട്ടും 15 വരച്ചു. പിന്നെ 25. നമുക്ക് ഡയമെൻഷൻ കവർ പ്ലേറ്റിന്റെ ഡയമെൻഷൻസ് നോക്കി എല്ലാം വരച്ചു. അതിനുശേഷം നമ്മൾ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന അലൈൻഡ് സിസ്റ്റത്തിൽ ഡയമെൻഷനിങ് ചെയ്യാനാണ്. അതായത് ഇത് സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരയ്ക്കുക, ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വരയ്ക്കുക, ഇതിൻ്റെ മുകളിൽ വെച്ച് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, ഇതിൻ്റെ മുകളിൽ ഇവിടെ വെച്ചൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, ഇവിടെ വെച്ചൊരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഇങ്ങനെ മൊത്തത്തിലൊരു ലൈനങ്ങ് വരച്ചേക്കുക. ഇത് 20, ഇത് 15, ഇത് 25. സോറി 25ആണ്. ഇത് ആരോ ഇട്ട് കൊടുക്കുക, മാർക്കിങ് കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ഹൈറ്റ് കൊടുക്കുക. ഇത് 25, ഇത് 15, ഇത് 20ആണ്. അതും കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക.
ഇത് 15, ഇത് 25. ഇതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, നമ്മൾ ഡ്രോ ദി ഗിവൺ കവർ പ്ലേറ്റ് ആൻഡ് പ്ലേസ് ദി ഡയമെൻഷൻസ് ഇൻ ദി അലൈൻ സിസ്റ്റം എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സാധനം വരയ്ക്കുകയും ചെയ്തു, കവർ പ്ലേറ്റ് വരയ്ക്കുകയും ചെയ്തു, ഇതിൻ്റെ ഡയമെൻഷനിങ് കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്തു. ഇത്രേ ഉള്ളൂ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ. ഇനി അടുത്തത് നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡ്രോ ദി ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ ഇൻ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ഓഫ് ദി ഗിവൺ ഒബ്ജക്റ്റ്. നമ്മൾ ഇതുവരെയുള്ള എല്ലാ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ പറഞ്ഞായിരുന്നു ഒരു പ്രൊജക്ഷൻസിൽ നിന്ന് മെയിനായിട്ടൊരു ചോദ്യം ഉണ്ടാവും, അതിനായിരിക്കും മാക്സിമം മാർക്കാണ്. അതുപോലെ തന്നെ 20 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ് പ്രൊജക്ഷൻസിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് വരയ്ക്കേണ്ട പടം. അതിൻ്റെ 3 വ്യൂസ് വരയ്ക്കണം, ഫ്രണ്ട്, സൈഡ്, ടോപ്പ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇതാണ് ക്ലൂ വന്നിരിക്കുന്നത്. എഫ് തന്നിരിക്കുന്നത് ഫ്രണ്ട് വ്യൂ ആണ്, ഈ എസ് പറഞ്ഞിരിക്കുന്നത് സൈഡ് വ്യൂ ആണ്. നമുക്ക് തേർഡ് ആംഗിളിൽ വരയ്ക്കുമ്പോഴത്തേക്കും ആദ്യം തന്നെ നമുക്ക് ക്വാഡ്രന്റ് ഒന്ന് വരച്ചിടാം. ഓക്കെ, ക്വാഡ്രന്റ് ഞാനിങ്ങനെ ഒരു വര ഇങ്ങനെ, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വര ഇങ്ങനെ വരച്ചു. ഓക്കെ, അതിനുശേഷം 2 സെന്റിമീറ്റർ നമ്മൾ ക്ലിയറൻസ് എടുക്കണം. 2 ഇങ്ങോട്ടും എടുത്തിട്ട് ഒരു മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഞാൻ 2 സെന്റിമീറ്റർ ഇങ്ങോട്ടും 2 സെന്റിമീറ്റർ ഇങ്ങോട്ടും ഒരു പോയിന്റ് എടുത്തു. ഇവിടെ നിന്നും 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ ഇങ്ങോട്ടും ഒരു മാർക്ക് ചെയ്തു. നമ്മളെ പ്രഥമമായിട്ടുള്ള കടമയാണ് ഈ മാർക്കിങ് കൊടുക്കുക. ഇത് കറക്റ്റായിട്ട് ചെയ്തു. ഇത് ഞാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, തേർഡ് ആംഗിളിലാണെങ്കിൽ മുകളിൽ നമുക്ക് ടോപ്പ് വ്യൂ വരും, താഴെ ഫ്രണ്ട് വ്യൂ വരും. ലെഫ്റ്റ് സൈഡാണ് ഈ കാണിച്ചിരിക്കുന്നത് കൊണ്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ ലെഫ്റ്റ് സൈഡ് വ്യൂവും വരും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ടോപ്പ് വ്യൂവും താഴെ ഫ്രണ്ട് വ്യൂവും ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡാണ് കാണുന്നത്, അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ ലെഫ്റ്റ് സൈഡ് വ്യൂവും വരും. ഇതിപ്പോൾ ഫസ്റ്റ് ആംഗിൾ ആയിരുന്നു വരയ്ക്കാൻ പറഞ്ഞെങ്കിൽ ഇതാണ് ഫ്രണ്ട് വ്യൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡാണ് കാണുന്നത്, അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡിൽ വരും. അപ്പോൾ ഫസ്റ്റ് ആംഗിളിൽ മുകളിലാണ് സൈഡ് വ്യൂ വരുന്നത്. അപ്പോൾ ഇവിടെ ഫ്രണ്ട് വ്യൂവും ഇവിടെ ടോപ്പ് വ്യൂവും, ഇത് ലെഫ്റ്റ് സൈഡാണ് കാണിച്ചിരിക്കുന്നത് കൊണ്ട് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡ് വ്യൂവും വരും. ഇതിങ്ങനെ ആയിരിക്കും ഫസ്റ്റ് ആംഗിളിലാണ് വരുന്നത്. ഇതിപ്പോൾ തേർഡിലായത് കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെയാണ്. ഓക്കെ, നമുക്ക് ആദ്യം ഇവിടെ ടോപ്പ് വ്യൂവും ഇവിടെ ഫ്രണ്ട് വ്യൂവും ലെഫ്റ്റ് സൈഡിൽ തന്നെ ലെഫ്റ്റ് സൈഡ് വ്യൂവും താഴെ വരയ്ക്കണം. ഓക്കെ, നമുക്കിതിൻ്റെ ഡയമെൻഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതാണ്, ടോപ്പ് വ്യൂ ഇതാണ്. ആദ്യം നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കണം. നമ്മൾ ടോപ്പ് വ്യൂവിൽ ഇവിടെ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് 45 mm പറഞ്ഞിട്ടുണ്ട്. ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ പറഞ്ഞിട്ടുണ്ട് 60 പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ കട്ടിങ് പറഞ്ഞിട്ടുണ്ട് എത്രയാണ് 15, പിന്നെ 30, പിന്നെയും 15. അതിൻ്റെ മിഡ് പോയിന്റിൽ ഒരു കട്ടിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂവിൽ ഇങ്ങനെ ഈ ഒരു പോർഷനുമുണ്ട്, ഈ ഒരു പോർഷനുണ്ട്. ഈ ഒരു പോർഷനിൽ ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ 45ഉം 60ഉം ആദ്യം വരച്ചേക്കാം. 60 ഇങ്ങോട്ട് ഞാനൊരു ലൈറ്റായിട്ടൊരു ലൈൻ വരച്ചു. മുകളിലോട്ട് 45ഉം വരച്ചു. അതിനുശേഷം നമുക്ക് ഈ ലെങ്ത് എത്രയാണെന്ന് പറയാം. ആദ്യത്തെ കട്ടിങ്ങിൻ്റെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 20 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 20 ഞാനിവിടെ മാർക്ക് ചെയ്തു. 20 ഇവിടെ മാർക്ക് ചെയ്തിട്ട് ആദ്യത്തെ കട്ടിങ് ഞാനിവിടെ അങ്ങ് വരച്ചു. ടോപ്പ് വ്യൂവിൽ നമുക്ക് ഈ ഒരു കട്ടിങ് ഞാൻ മെയിനായിട്ട് കാണിക്കുന്നത്. അതിനുശേഷം ഈ 20 കട്ട് ചെയ്തു. അതിനുശേഷം ആദ്യം ഇവിടെ 15, പിന്നെ 30, പിന്നെ 15. ആദ്യം 15, പിന്നെ 30, പിന്നെ 15. ആദ്യത്തെ 15 ഞാനിവിടെ മാർക്ക് ചെയ്തു, പിന്നെ 30 മാർക്ക് ചെയ്തു, പിന്നെ ബാക്കി 15 മാർക്ക് ചെയ്തു. ഈ 30ൻ്റെ ഇടയ്ക്ക് നടുക്കായിട്ടൊരു കട്ടിങ് ഉണ്ട്, അത് ഞാനിവിടെ ഒരു പോയിന്റ് ഇട്ട് അതും മാർക്ക് ചെയ്തേക്കാം.
നമുക്ക് വിസിബിൾ ആയതുകൊണ്ട് ഇതൊക്കെ മാർക്ക് ചെയ്യുന്നതിന് തടസ്സമില്ല. ഇത് ലൈറ്റായിട്ട് വരയ്ക്കണമെന്നില്ല, ഹാർഡായിട്ട് വരയ്ക്കാം. ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് ഇവിടെ ഈ മാർക്കിങ് പറഞ്ഞിട്ട് 8 mm പറഞ്ഞിട്ടുണ്ട്. ഇതും സിമെട്രിക് ആയതുകൊണ്ട് ഇത് രണ്ടും 8ആണ്. ഇവിടത്തെ 20 ഇവിടത്തെ 20ആണ്. ഓക്കെ. ഈ 20 ഞാനിവിടെ ഒരു മാർക്ക് കൊടുത്തു. ഈ 20 40 ഒരു മാർക്ക് കൊടുത്തു. പിന്നെ ഇവിടത്തെ 8, ഈ 8 മാർക്ക് കൊടുത്തു. ഇവിടെ നിന്ന് 8 ഇവിടെ, അതിവിടെ ഞാൻ ഇങ്ങനെ വരച്ചു. അതും വിസിബിൾ എഡ്ജ് ആയതുകൊണ്ട് തിക്കായിട്ട് വരയ്ക്കാം. ഇനി നമുക്ക് ടോപ്പ് വ്യൂ കറക്റ്റായിട്ട് ഇവിടെ ഒന്ന് വരച്ചേക്കാം. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളം എത്രയുണ്ടെന്ന് നമുക്ക് അറിയില്ല. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഈ ലെങ്ത് ഇവർ പറഞ്ഞിട്ടുണ്ട് 8 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 8 എവിടെ നിന്നാണ്? ഇവിടെ നിന്ന് 8, അതായത് ഇതിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് 8 ഇതിൻ്റെ പൊക്കം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മിഡ് പോയിന്റ് ജസ്റ്റ് ഇവിടെ നിന്ന് ഈ ലൈനിൽ ലൈറ്റായിട്ട് വരച്ച മാർക്കിൽ മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് 8 ഇങ്ങോട്ട് എടുക്കുക. ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു. എന്നിട്ട് നമ്മളിത് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ആ പോയിന്റും കിട്ടി. ഓക്കെ. അപ്പം നമ്മളിതിൻ്റെ ടോപ്പ് വ്യൂ കഴിഞ്ഞു. ഇനി അടുത്തത് ഫ്രണ്ട് വ്യൂ ആണ് വരയ്ക്കുന്നത്. ഫ്രണ്ട് വ്യൂ നമ്മളിത് ഇങ്ങോട്ട് പ്രൊജക്ഷൻസ് ആയതുകൊണ്ട് ലൈറ്റായിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിടുക. ഓക്കെ. എല്ലാ പോയിന്റിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്തിടുക. പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം പെർപെൻഡിക്കുലർ ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പെശക് വരും. അപ്പോൾ അതിന് നമ്മളതെല്ലാം മാക്സിമം പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ച് തന്നെ പ്രൊജക്റ്റ് ചെയ്യാം. ഓക്കെ. ഇതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ടു. എന്നിട്ട് നമുക്കിതിൻ്റെ അടുത്തത് ഇവിടെ ഫ്രണ്ട് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ താഴത്തെ ഒരു പോർഷനിലൂടെ ഹൈറ്റ് 10 ഉണ്ട്. മുകളിലോട്ട് മൊത്തത്തിലുള്ള ഹൈറ്റ് 30 അപ്പോൾ ആദ്യം ഞാനിവിടെ 30 എടുത്തു. ആ 30 എടുത്തോടെ മാർക്ക് ചെയ്തിട്ട് അത് ആദ്യം ഞാനിവിടെ വച്ചു. ഇതിവിടെ ഞാനിവിടെ ഹൈറ്റ് 10 എടുക്കണം. അത് നമുക്കിവിടെ എടുക്കാം. മൊത്തത്തിൽ ഹൈറ്റ് 30 ഉണ്ട്. അതും ഇവിടെ വെച്ചു. പക്ഷെ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റില്ല. ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് ജസ്റ്റ് ഒന്ന് ആദ്യം വരച്ചിടുക. ഇങ്ങനെ ലൈറ്റായിട്ട് വരച്ചിട്ടു. എന്നിട്ട് നമ്മൾ ഇവിടം വരെ ആ കട്ടിങ് ഇല്ല. ആ കട്ടിങ് ഇതും പ്രൊജക്റ്റ് ചെയ്തിട്ടിട്ടില്ലായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് പ്രൊജക്റ്റ് ചെയ്തില്ല. ഈ കട്ടിങ് വരെ, അതായത് ഇവിടം വരെ കറക്റ്റാണ്. അത് ജസ്റ്റ് ഇങ്ങനെ വരച്ചിടുക. അതിനുശേഷം ഇവിടെ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഡെപ്ത് പറഞ്ഞിരിക്കുന്നത് മൊത്തത്തിൽ ഇത് ഇവിടെ നിന്ന് ഇവിടം വരെ 10ഉം ഇവിടെ നിന്ന് ഇവിടം വരെയും 10ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഹൈറ്റ് 30 ആയതുകൊണ്ട് ബാലൻസ് 10ആണ്. ആ 10 ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഡെപ്ത് ആ 10 ഇങ്ങോട്ടും വരച്ചേക്കാം. ഈ ഹൈറ്റ് ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട് 10 പറഞ്ഞിട്ടുണ്ട്. ആ 10 ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് വരച്ചു. ഓക്കെ. പിന്നെ നമുക്ക് ഇതിനകത്ത് ഫ്രണ്ട് വ്യൂവിൽ എന്തൊക്കെ കാണാം? ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, നടുക്കൊരു കട്ടിങ് ഉണ്ട്. ഈ നടുക്കത്തെ കട്ടിങ് ഇതാണ്. പിന്നത്തെ കട്ടിങ് ഫ്രണ്ട് വ്യൂവിൽ ഇതാണ്. ഈ കട്ടിങ് ആണ്. ആ കട്ടിങ് ഞാനിവിടെ വരച്ചു. ഈ കട്ടിങ് ഇവിടെയും വരച്ചു. അത് 20 ആദ്യത്തെ മൂന്നാമത്തെ കട്ടിങ്. ഓക്കെ. നമുക്ക് ഫ്രണ്ട് വ്യൂവും കിട്ടി. അടുത്ത നമുക്ക് സൈഡ് വ്യൂ വരയ്ക്കാം. സൈഡ് വ്യൂവിനകത്ത് നമ്മൾ ഫ്രണ്ട് വ്യൂവിനകത്ത് ഈ ഒരു പോർഷൻ കൂടി ഉണ്ട്. ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു പോർഷൻ നമുക്ക് കാണാം. ഈ രണ്ട് അത് ഇതാണ്. അപ്പോൾ ആ ലൈൻ ജസ്റ്റ് ഒന്ന് കനത്തിൽ വരച്ചേക്കാം. ഫ്രണ്ട് വ്യൂ ഇപ്പോൾ ആയിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇതിൻ്റെ സൈഡ് വ്യൂ ഒന്ന് വരയ്ക്കാം. അപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വിട്ടേക്കാം. അതങ്ങനെ കിടക്കട്ടെ. ഇതിങ്ങനെ ഇതിൻ്റെ ഈ ക്വാഡ്രൻ്റ് വരെ ഒന്ന് ജസ്റ്റ് പ്രൊജക്റ്റ് ചെയ്ത് നിർത്തുക.
ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിർത്തുക. അതിനുശേഷം നമ്മൾ കോമ്പസ് എടുക്കുക, ഒന്ന് കറക്കി ഈ ക്വാഡ്രന്റ് വരെ എത്തിക്കുക. ഓക്കെ, അതിനുശേഷം ഈ മുട്ടിയ പോയിന്റിൽ നിന്നും താഴത്തോട്ട് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് പ്രൊജക്റ്റ് ചെയ്തിടാം. നമുക്കറിയാം സൈഡ് വ്യൂ നോക്കുമ്പോൾ ഇതിനകത്ത് സൈഡ് വ്യൂവിലുള്ള ലെങ്ത്തോടെ പറഞ്ഞിട്ടുണ്ട് 45 പറഞ്ഞിട്ടുണ്ട്. അത് ഇത് തന്നെയാണ്, ഈ ലെങ്ത് തന്നെയാണ് 45. അത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തേക്കാം. കറക്റ്റാണ്, ഇവിടെ 45 ആണ്. അത് ഞാൻ ഇങ്ങനെ ഇവിടെ വരച്ചു, 45 വരച്ചു. ഓക്കെ, ഇതിൻ്റെ ഹൈറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 30 പറഞ്ഞിട്ടുണ്ട്. ഈ ഹൈറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ആ 30 ഞാനിവിടെ വരച്ചു, ആ 30 വരച്ചു. പിന്നെ നമുക്ക് ഈ ലെങ്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 20 പറഞ്ഞിരിക്കുന്നത്. ആ ലെങ്ത് ഈ 20 ആണ്. ആ 20 നമ്മൾ ഇവിടം വരെ വരച്ചു. അത് നമുക്കിവിടെ അളന്ന് വരയ്ക്കണമെന്നില്ല, അതിനാണ് ഈ പ്രൊജക്ഷൻസ് ഉപയോഗിക്കുന്നത്. ഈ ലൈനിങ്ങോട് പ്രൊജക്റ്റ് ചെയ്തതാണ്, അത് വെട്ടി. പിന്നെ ആ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ ഇവിടെ ഹൈറ്റ് 10 പറഞ്ഞിട്ടുണ്ട്. ഈ 10, അതായത് ഈ 10 ആണ്. ആ 10 ഞാൻ അവിടെ പൊക്കി വരച്ചു. ഈ പോയിന്റ് തമ്മിൽ മുട്ടിച്ചു. അപ്പം നമുക്ക് സൈഡ് വ്യൂ കിട്ടി. പക്ഷെ നമുക്കിവിടെ ഒരു കട്ടിങ് പറഞ്ഞിട്ടുണ്ട്. ആ കട്ടിങ് നമുക്കിവിടെ ഹൈറ്റ് 5 പറഞ്ഞിട്ടുണ്ട്. ഈ നീളം 15, ഈ നീളം 15, ഇടയ്ക്കും 15. അങ്ങനെയാണ് 15, 15, 15, 45 ആയത്. അപ്പോൾ ആ 15 നമുക്ക് ഇവിടെ എടുത്തിട്ട് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇവിടെയും 15 എടുത്ത് ഇവിടെ മാർക്ക് ചെയ്തു. 5 മുകളിലോട്ട് പൊക്കി വരച്ചു. ഇവിടെ നിന്ന് 5 മുകളിലോട്ട് പൊക്കി വരച്ചു. അത് തമ്മിൽ ജോയിൻ ചെയ്തു. ഇപ്പം സൈഡ് വ്യൂ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് വ്യൂവിലും ടോപ്പ് വ്യൂവിലും നമുക്ക് ഇതിന്റെ ഹിഡൻ വ്യൂസിൽ ഈ കട്ടിങ് വന്നിട്ടില്ല. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് വരച്ചേക്കാം. ഇതിവിടെ ജസ്റ്റ് ഇങ്ങനെ ഹിഡൻ വ്യൂവിൽ ഇങ്ങനെ വരച്ചേക്കാം. ഇപ്പം അതിന്റെ ഫ്രണ്ട് വ്യൂവിലും ഹിഡൻ വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ടോപ്പ് വ്യൂവിൽ ഹിഡൻ വരണമെങ്കിൽ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് ഈ പ്രൊജക്റ്റ് ചെയ്ത് വിട്ടേക്കാം. എന്നിട്ട് ഈ വരുന്ന പോയിന്റ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോയിന്റിൽ നിന്നും ആ ഹിഡൻ ലൈൻ കറക്റ്റായിട്ട് ഇങ്ങോട്ടൊന്ന് വരച്ചിട്ടേക്കാം. ഇപ്പം നമ്മളതിൻ്റെ ഹിഡൻ ലൈൻ വരച്ചു. ഇനി ഇതിൻ്റെ മാർക്കിങ് മാത്രമേ ബാക്കിയുള്ളൂ. മാർക്കിങ് നമുക്കറിയാം, ഇവിടം തൊട്ട് ഇവിടം വരെ നമുക്ക് 22 അത് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഇവിടം മുതൽ ഇവിടം വരെ 30. നമുക്ക് അറിയാവുന്ന മാർക്കിങ് എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്തേക്കാം. ഇത് 15. ഇതൊക്കെ സ്കെയിൽ കൊണ്ട് തന്നെ ചെയ്യുക. ഇത് 10, ബാക്കി പൊക്ക 20, ഇത് 8, ഇത് ഈ ഹൈറ്റ് 5. അതുകൊണ്ട് ഇവിടെ മാർക്ക് ചെയ്താൽ മതി. അങ്ങനെ എല്ലാം മാർക്കിങ്ങും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വലിയ നമ്പറിങ് കറക്റ്റായിട്ട് തന്നെ ഇട്ടേ. 4th ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യന് 3 ക്വസ്റ്റ്യനും 10 മാർക്ക്, 4th 20 മാർക്കും. നമുക്ക് ഇത്രേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ എക്സാമിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.